Hello. ഞാനിന്ന് വന്നിട്ടുള്ളത് സ്റ്റിച്ചിങ്ങിന്റെ ട്യൂട്ടോറിയൽ മൂന്നാമത്തെ ഭാഗമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഇതുവരെ സ്റ്റിച്ചിങ് പഠിച്ചതിൽ എന്താണ് സംഭവം, നമ്മൾ എന്തൊക്കെ മെഷർമെന്റ് വേണമെന്നുള്ള കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലയോ. ഇനി അതെങ്ങനെ ബോഡിയിൽ എടുക്കണം എന്നുള്ളതും കൂടെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് പെട്ടെന്ന് പറഞ്ഞു തീർക്കാം ഫുൾ ലെങ്ത്. നമ്മൾ ഫുൾ ലെങ്ത് എന്ന് ഉദ്ദേശിക്കുന്നത് ഒന്നുകിൽ ഒരു ഉടുപ്പ്, ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു ചുരിദാറാണെങ്കിൽ ഇങ്ങനെ ഇറക്കം താഴെ വരെയുള്ള ഒരു ഇറക്കം, അല്ലെങ്കിൽ ക്രോപ്പ് ടോപ്പ് അങ്ങനത്തെ ഉള്ളതിനാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഫുൾ ലെങ്ത്. ഈ ഫുൾ ലെങ്ത് എന്ന് പറയുമ്പോൾ നമ്മൾ സ്വന്തമായിട്ട് മെഷർമെന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, നമ്മുടെ ടേപ്പിൽ ഇങ്ങനെ ഒരു ഭാഗത്ത് ഇഞ്ചസും മറുഭാഗത്ത് സെന്റിമീറ്റേഴ്സും ഉണ്ട് അല്ലേ. അപ്പൊ ഞാൻ പറയുന്നത് ഇഞ്ചസ് വെച്ചായിട്ടാണ് നമ്മൾ സാധാരണ എല്ലാത്തിനും ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഫുൾ ലെങ്ത് എടുക്കേണ്ടത് എങ്ങനെയാണ്, ഈ ഷോൾഡറിന്റെ ഇവിടുത്തെ ഇതിലെയോ ഈ ഷോൾഡറിന്റെ ഇവിടെ വെച്ചിട്ട് നമ്മൾ നേരെ താഴോട്ട് വരണം. ഇപ്പൊ ഈ ഉടുപ്പിന്റെ ഇവിടെ കിടക്കുന്ന പോലെ ഇതുവരെ മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെയും, അതെല്ലാം കുറച്ച് ഇറക്കം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ, അതെല്ലാം നമ്മുടെ ഇടുപ്പ് വരെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് എടുക്കാം. ഇതിന്റെ പേരാണ് ഫുൾ ലെങ്ത് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ഫുൾ ലെങ്ത് മെഷർ ചെയ്തത്. സ്വന്തം ബോഡിയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെ ആരായിരുന്നാലും അത് നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കാൻ പറയുക. കാലം നേരെ വെച്ച് സ്ട്രൈറ്റ് ആയിട്ട് നിവർന്ന് തന്നെ നിൽക്കണം കേട്ടോ. അല്ലാതെ നമ്മൾ കുറച്ച് വളഞ്ഞു ഒടിഞ്ഞൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും തെറ്റും വരും, നമ്മൾ ചെയ്താലും മിസ്റ്റേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഫുൾ ലെങ്ത് മനസ്സിലായാലും. ഇനി സെക്കൻഡ് നമുക്ക് വേണ്ടത് ചെസ്റ്റ് റൗണ്ട് ആണ്. ഈ ചെസ്റ്റ് റൗണ്ട് എടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ മെഷർമെന്റ് ടേപ്പ് നേരെ ബേക്കിലോട്ട് എടുത്ത് നമ്മുടെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവരണം. ഓക്കെ, ബേക്ക് ഭാഗം കണ്ടല്ലോ. ബേക്ക് ഭാഗം ഇരിക്കേണ്ടത് ഇങ്ങനെയല്ല, നമ്മൾ കറക്റ്റ് ആയിട്ട് സ്ട്രൈറ്റ് ആയിട്ട് വരണം. ഇതിങ്ങനെ കറക്റ്റ് ആയിട്ട് സ്ട്രൈറ്റ് ആയിട്ട് ഇരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ കറക്റ്റ് സ്ട്രൈറ്റിന് വെച്ച് കൊടുത്തിട്ട് നമ്മൾ വെക്കണം. എന്നിട്ട് നേരെ നമ്മുടെ ഫ്രണ്ടിലോട്ട് വരാം. എന്നിട്ട് കറക്റ്റ് അളവ് പിടിക്കുക. എന്നിട്ട് ഒരു വിരലിന്റെ ഫിംഗർ ലൂസിന് നമ്മൾ പിടിക്കാം. അതുവരെ ടൈറ്റ് ചെയ്യണം. ഒരു ഫിംഗർ ലൂസിന് ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് കുറച്ച് ഇങ്ങനെ ഇപ്പൊ കുറച്ച് ടൈറ്റിൽ വേണം നമ്മൾ തുണി ഇങ്ങനെ അങ്ങനെയും മാറാറുണ്ട്. ഓക്കെ, എന്നിട്ട് നമ്മൾ അങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ആ അളവെടുക്കണം. ഇതിങ്ങനെയാണ് നമ്മൾ ചെസ്റ്റ് റൗണ്ട് എടുക്കേണ്ടത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് വന്നിട്ട് എന്താണ്, നമ്മുടെ ഷോൾഡർ ഉണ്ട്. ഈ ഷോൾഡർ എന്ന് പറയുന്നത് നമ്മുടെ ഈ കൈ പൊക്കുമ്പോൾ ഈ ഒരു ജോയിന്റ് കിട്ടുന്നില്ലേ, ഇവിടെ തൊട്ട് നേരെ അതേ ഓപ്പോസിറ്റ് ഇവിടെയാണ് നമ്മൾ ഷോൾഡർ എടുക്കേണ്ടത്. ഷോൾഡർ എടുക്കുമ്പോഴത്തേക്ക് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കറക്റ്റ് നീളത്തിന് വെച്ച് വേണം എടുക്കാനായിട്ട്. ഒരിക്കലും നമ്മൾ ഇങ്ങനെ ടോപ്പിൽ ഇങ്ങനെ പൊക്കി വെച്ചൊരിക്കലും എടുക്കരുത്. കറക്റ്റ് സ്ട്രൈറ്റിന് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ നമ്മൾ ഇതിന്റെ അളവെടുക്കണം. അതായത് ഞാൻ ഫ്രണ്ടിൽ കൂടെ കാണിച്ചു തരാം. നമ്മൾ അളവെടുക്കുന്നത് ഇങ്ങനെ ഇരിക്കാം. ഒരിക്കലും നമ്മൾ ഇങ്ങനെ വളച്ച് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട ഷോൾഡറിൽ നിന്ന് ഏകദേശം 1 ഇഞ്ചെങ്കിലും അവിടെ കൂടുമ്പോഴത്തേക്കും നമ്മുടെ ഒന്നുകിൽ കഴുത്ത് ഇങ്ങോട്ട് പോകും, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഉടുപ്പിന്റെ സ്ട്രാപ്പ് പോലത്തെ ഭാഗമില്ലേ, ആ സ്ട്രാപ്പ് പോലത്തെ ഭാഗം ഒന്നുകിൽ കയറും ഇല്ലെങ്കിൽ ഇറങ്ങും. അങ്ങനെയൊക്കെ കുറെ മിസ്റ്റേക്കുകൾ ഉണ്ടാവും. അതുകൊണ്ട് എപ്പോഴും എടുക്കുമ്പോൾ മെഷർമെന്റ് നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബോഡി മെഷർമെന്റ് പക്ക ആയിരിക്കണം. ആ അളവ് കൂട്ടി കൊടുക്കുന്ന മറ്റുമല്ല നമ്മൾ എവിടെയാണ് ചെയ്യുന്നത്, ക്ലോത്ത് മുറിക്കുമ്പോഴാണ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഷോൾഡർ കഴിഞ്ഞു. ഇനി അതിനുശേഷം നമുക്ക് വേണ്ടത് മിഡ് വേസ്റ്റ് റൗണ്ട് ആണ്. ഇതാണ് നമ്മുടെ മിഡ് വേസ്റ്റ്. അതായത് നമുക്ക് ഇവിടെ എല്ലാവർക്കും മിക്കവർക്കും കുറച്ച് ഇങ്ങനെ ഈ ഒരു ഭാഗം കുറച്ച് കയറ്റാം, വയറ് കുറച്ച് പൊങ്ങിയിരിക്കും, പിന്നെ ഇടുപ്പ് കുറച്ച് ഇങ്ങനെ വീതിയിലിരിക്കും, അങ്ങനെയാണല്ലോ. അപ്പൊ ഇവിടെ നമ്മുടെ ബ്രസ്റ്റിന് ശേഷം വരുന്ന ഈ ഒരു സൈസിനെ പറയുന്നതാണ് മിഡ് വേസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഇങ്ങനെ കറക്കി എടുക്കണം കേട്ടോ. ഇങ്ങനെ ചുറ്റി എടുത്തിട്ട് അവിടെ ഈ പറഞ്ഞ പോലെ ഒരു ഫിംഗർ ലൂസിൽ വേണം നമ്മൾ എന്ത് പറയാൻ അളവ് കറക്റ്റ് ആയിട്ട് എടുക്കാം. അപ്പൊ എല്ലാ ഭാഗവും വയ്ക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് ആദ്യം നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പിടിക്കുക. പിടിച്ചിട്ട് ഒരു ഫിംഗർ ലൂസിന് കുറച്ച് ലൂസാക്കി വിട്ടിട്ട് വേണം നമ്മൾ എടുക്കാൻ വേണ്ടി. എന്നിട്ട് മിഡ് വേസ്റ്റ് റൗണ്ട് അങ്ങനെയാവും കേട്ടോ. ഈ മിഡ് വേസ്റ്റ് റൗണ്ട് എടുക്കുമ്പോഴത്തേക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, നമ്മൾ എവിടെ വെച്ചാണ് മിഡ് വേസ്റ്റ് എടുത്തത് ആ ഒരു ലെങ്ത് കറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യണം. ഇവിടെ വെച്ച് ഇങ്ങനെ നമ്മൾ ആ ലെങ്ത്തും കൂടെ മെഷർമെന്റ് ചെയ്ത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. എന്നിട്ട് ആ ലെങ്ത്തിൽ വേണം മിഡ് വേസ്റ്റ് നമ്മൾ കറക്റ്റ് ആയിട്ട് അളവ് കൊടുക്കാനായിട്ട്. ഓക്കെ.